തിളക്കത്തിലേക്ക്. ആഹാ, എന്താണ്, ഞാൻ ഇത് പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഇതുവരെ ഈ പരിപാടി ഇല്ലായിരുന്നല്ലോ. ഒരുപാട് വ്യക്തികളെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാലിക്ക, ഞാൻ ഒരുപാട് സ്നേഹത്തോടെ വിളിക്കുന്ന സാലിക്ക എന്നാണ്. ഒപ്പം തന്നെ എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട്സ് കുഞ്ചാക്കോ ബോബൻ, പ്രിയപ്പെട്ട റഹ്മാൻ, രമേഷ് പിഷാരടി, ഇപ്പോൾ നമ്മളോട് യാത്ര പറഞ്ഞു പോയ കാവ്യ. ഒരുപാട് സന്തോഷം. മതിലകം മുഴുവൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? റഹ്മാന്റെ മനോഹരമായ പ്രസംഗമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒന്നും മനസ്സിലായില്ല റഹ്മാനെ, സോറി. ഈ സ്പീഡ് ഒന്നും കേൾക്കുന്നില്ല. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മുടെ ഇന്നിവിടെ കൂടിയിട്ടുള്ള ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥിനികൾ, അവരുടെ മാതാപിതാക്കൾ, അതിനോടുപരി മതിലകത്തെ സഹൃദയരായ നാട്ടുകാർ. ശരിക്കും പറഞ്ഞ ശ്രീപത്മനാഭ ക്ഷേത്രത്തിലെ എ നിലവറ ബി നിലവറ എന്ന് വേണേൽ പറയേണ്ടി വരും. ഇത് എ നിലവറ. ബി നിലവറയിൽ ഇനി അങ്ങിരിക്കുകയാണ് ഇതിന്റെ ഇരട്ടി ആൾക്കാർ. അവരോടൊക്കെ ഒരു ഹായ്. അവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷം. എല്ലാവരും സുഖമല്ലേ? പാചകത്തിലൂടെ തുടങ്ങാം. ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. കാരണം സ്വന്തം നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ഇവിടുത്തെ ഡെവലപ്മെന്റ്സിന് വേണ്ടി, എന്താ പറയുന്നത്, അതിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗൾഫിൽ വലിയ ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന അദ്ദേഹത്തെ ഇടയ്ക്ക് എപ്പോൾ വിളിച്ചാലും മോനെ ഞാൻ നാട്ടിലാണ്, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ചിലപ്പം വിളിക്കുമ്പോൾ ദുബായിലാണ്, ഞാൻ നാട്ടിൽ പോവുകയാണ്. ആവശ്യമില്ല. ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പലതും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള അതിലേറ്റവും പുതിയതായ ഈ മഹത്തായ ഉദ്യമത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതെനിക്ക് തോന്നുന്ന ഒരുപക്ഷെ ലോക റെക്കോർഡായിരിക്കും. 1200 കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പാരിതോഷികം നൽകുക എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ പല ഫംഗ്ഷനും ഇങ്ങനെ പോയിട്ടുണ്ട്, ശരിയല്ലേ? ഇത് നമുക്ക് ഗിന്നസിൽ കൊടുക്കണം, ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കൊടുക്കണം. അത്രയധികം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും ആശംസകളും. ശരിക്കും പറഞ്ഞ SSLC പ്ലസ് ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ SLC കാലം ഞാൻ ആലോചിച്ചു. എൻ്റെ SLC കാലത്തെ എൻ്റെ മാർക്ക് കേട്ടാൽ അന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പോലും എന്നെ ഇങ്ങോട്ട് കയറ്റില്ല. അത്രയും ആ പഞ്ചായത്തിൽ ഇത്രയും കുറഞ്ഞ മാർക്ക് കിട്ടിയ ഒരു SLC വിദ്യാർത്ഥി ഉണ്ടായിരിക്കില്ല. അന്നൊക്കെ 200 പിഷു, നീ പറഞ്ഞാൽ വിശ്വസിക്കില്ല, 218 മാർക്ക് കിട്ടി. അന്ന് നമുക്ക് 210 പോരെ, 10 മതി. അപ്പൊ അത് 208 മാർക്ക് കൂടുതൽ മേടിച്ച് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായ ആളാണ് ഞാൻ. അപ്പൊ അങ്ങനെ ഒക്കെയുള്ള എന്നെ ഇവിടെ കൊണ്ട് ഈ പാരിതോഷികം നൽകാൻ നിർത്തിയപ്പോൾ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് കാണുന്നു. അപ്പൊ 218കാരൻ മോശമല്ല എന്ന് ഞാൻ. എൻ്റെ മോള് കുഞ്ഞാറ്റ ചോയ്സിൽ അവള് +2 പാസ്സായപ്പോൾ സ്കൂളിലെ ടോപ്പറായിരുന്നു, കൊമേഴ്സില്. അത്യാവശ്യം ഉഴപ്പിയൊക്കെ ആയിരുന്നു, എങ്കിലും സ്കൂളിൽ നല്ല വിജയ ശതമാനത്തിൽ അവൾ ജയിച്ചു. ഇളയ പുത്രനാണ് അമൃത്. അവൻ UK പഠിക്കുകയാണ്. അവൻ അവിടെ ആദ്യം നോർമൽ സ്കൂളിലൊക്കെ പഠിച്ച് അവിടെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം പാസ്സായി ഇപ്പോൾ അവിടുത്തെ ഗ്രാമർ സ്കൂളിൽ 7th പഠിക്കുകയാണ്. എന്നെക്കാളൊക്കെ ഒരുപാട് ഭേദമാണ് എൻ്റെ മക്കൾ. ഒരുപാട് അഭിമാനമാണ്. അങ്ങനെയുള്ള ഒരുപാട് മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാവുമെന്നറിയാം. നിങ്ങൾക്കൊക്കെ എൻ്റെ ആശംസകൾ. ഇതിപ്പോ ഈ കുട്ടികൾക്കെല്ലാം വലിയ ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാലിക്കയുടെ ആ വിശാല മനസ്കത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം, താങ്ക് യു. രക്ഷപ്പെട്ടെന്ന് കരുതുക, പാട്ട് പാടണോ? പിന്നെ ഇവിടെ ഒന്നും മനസ്സിലാവാത്തതുകൊണ്ട് ഏത് പാട്ടും പാടാം, ഏത് ഭാഷയും പാടാന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു കോയിൻസിഡൻസ് എന്ന പോലെ സാധാരണ പോയി എവിടെയെങ്കിലും പോയ സ്ഥിരം ചില പാട്ടുകളുണ്ട്, അങ്ങനെ പാടേണ്ടതെന്ന് വെച്ചു. ഞാൻ ഈ സിനിമയിൽ വന്നപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നല്ല ക്യാരക്ടർ ചെയ്യാന്നുള്ളതൊന്നും അല്ലായിരുന്നു. സിനിമയിൽ തുടക്കത്തിൽ നല്ല പാട്ടുകളിലൊക്കെ പാടി അഭിനയിക്കാനുള്ള അവസരം ഉണ്ടാവണേ ദൈവമേ എന്നായിരുന്നു. സിനിമയിൽ വന്ന ഉടനെ അതൊന്നും കിട്ടിയില്ല. 2-3 വർഷം കഴിഞ്ഞപ്പോൾ കുറെ നല്ല പാട്ടുകളൊക്കെ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് കിട്ടി. പക്ഷെ എനിക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകളുടെ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ. അപ്പൊ ചാക്കോച്ചനെ കണ്ടപ്പോൾ ഞാനത്, ചാക്കോച്ചന്റെ പടത്തിൽ ഒരുപാട് നല്ല പാട്ടുകൾ, അസാധ്യ സൂപ്പർ ഹിറ്റ്സ് പാടി അഭിനയിച്ചിട്ടുള്ള ആളാണ് ചാക്കോച്ചൻ. ചാക്കോച്ചന് ഏത് പാട്ട് നല്ലതെന്ന് പറയാൻ പറ്റില്ല, അത്രയധികം ഉണ്ട്. ചാക്കോച്ചന്റെ ഒരു പാട്ട് ഏത് പാടാ? ചാക്കോച്ച
അത് വേണ്ട, അത് ഭയങ്കര ടഫ് സോങ്ങാ. മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ, കനവറിയാതെ ഏതോ കിനാവു പോലെ, മനമറിയാതെ പാടിയൻ മനസരസോരം, പ്രണയനിലാക്കിളി നീ ഷഹാന പാടി. അത്രയും മതി, ബാക്കി പഠിച്ചിരുന്നത്. ഇനി എൻ്റെ ഡിയറസ്റ്റ് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ റഹ്മാനോട് തന്നെ പണ്ട് ചോദിച്ചിട്ടുണ്ട്, റഹ്മാൻ പാടി അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? അപ്പം ഞാൻ പ്രതീക്ഷ വേറൊരു പാട്ടാണ്. നിനക്ക് ഇഷ്ടമുള്ള അഭിനയിച്ച പാട്ടിൽ ഏറ്റവും ഇഷ്ടം ഏതാണ്? അതൊന്നുമല്ല പറഞ്ഞ, ആശാൻ പറഞ്ഞ വേറെയാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ വേറൊരു പാട്ടാണ് ഉണ്ടായിരുന്നത്. റഹ്മാൻ പറഞ്ഞു, ഹൃദയം ഒരു വീണയായി അതിലെൻ മൊഴിയായി. പക്ഷെ എനിക്ക് അതിലും ഇഷ്ടം പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ, നിഴലായി അലസമലസമായി അരികിലൊഴുകി ഞാൻ, ഇളം കിളികളോടും കഥകൾ ചൊല്ലി നീ, കളികൾ ചൊല്ലി കാട്ടുപൂവിൻ കരളിനോടും നീ. താങ്ക് യു.